ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാട്. നക്ഷത്രത്തിലക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്നതുല്യം ഈ വെള്ളി ആഭരണങ്ങൾ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. പ്ലാറ്റിനം പോലെ സിൽവർ. ശക്തമായ മഴയെ തുടർന്ന് കനോലി കനാൽ കരകവിഞ്ഞതോടെ പുന്നയൂർ പഞ്ചായത്തിലെ 1, 20 വാർഡുകളിലെ 25ഓളം വീടുകൾ വെള്ളക്കെട്ടിൽ. അകലാട് ബദർപള്ളിക്ക് കിഴക്കുവശവും മന്നലംകുന്ന് എടയൂർ കിഴക്കുഭാഗത്തുമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ കുട്ടികൾ ഉൾപ്പെടെ വീട്ടുകാർ ദുരിതത്തിലായി. കനോലി കനാൽ കരകവിഞ്ഞൊഴുകിയതാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയത്. 20ാം വാർഡ് മെമ്പർ സി അഷ്റഫ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചെങ്കിലും കുടുംബാംഗങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ചാവക്കാട് ബ്ലോക്കിന് കീഴിൽ കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി ഷെൽട്ടർ മാത്രമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ. സാധാരണ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ സമീപത്തെ അംഗൻവാടിയിലേക്കാണ് മാറ്റി താമസിപ്പിക്കാറുള്ളത്. എന്നാൽ അംഗൻവാടിയും വെള്ളക്കെട്ടിലാണ്. അഞ്ചങ്ങാടിയിലുള്ള ഷെൽട്ടറിലേക്ക് മാറണമെന്നാണ് പുന്നയൂർ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത്. എന്നാൽ 15 കിലോമീറ്ററോളം ദൂരത്തിലുള്ള അഞ്ചങ്ങാടി ഷെൽട്ടറിലേക്ക് മാറി താമസിക്കാൻ ഇവർക്ക് കഴിയാത്ത അവസ്ഥയാണെന്നും പുന്നയൂർ പഞ്ചായത്തിൽ തന്നെ ക്യാമ്പ് തുറക്കണമെന്നും വാർഡ് മെമ്പർ സി അഷ്റഫ് പറഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം അകലാട് ബദർപള്ളി കിഴക്ക് ഭാഗം കോമത്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഏകദേശം 25ഓളം വീടുകൾ ഈ പ്രദേശത്തുണ്ട്. ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറുന്നൊരു സ്ഥിതി സ്ഥിരം പതിവാണ്. പ്രളയത്തിന് ശേഷം ഇത്രമാത്രം വെള്ളം കയറിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഈ വർഷം വെള്ളം വളരെ രൂക്ഷമായി തന്നെ വെള്ളത്തിന്റെ പ്രശ്നം ഇവിടെ ഉണ്ടായി. ഒരുപാട് വീടുകൾ ഇവിടെ വെള്ളത്തിലാണ്. ബന്ധപ്പെട്ട ആളുകളോട് നമ്മൾ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർക്ക് ക്യാമ്പ് ഇവിടെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് കടപ്പുറം പഞ്ചായത്തിലാണ് ആ ക്യാമ്പ്. അവിടെ പോയി താമസിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും ഒട്ടും ഒരു ശരിയല്ലാത്ത ഒരു രീതിയാണത്. ഈ പ്രദേശത്തിലെ ആളുകൾ ഇവിടെ തന്നെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് ഇവിടെ തന്നെ അവരെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. പഞ്ചായത്ത് ഭരണസമിതി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലതവണ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ടപ്പെട്ട പോലെ അതിനൊരു ജാഗ്രത കാണിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖകരമായൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥിതി ബന്ധപ്പെട്ട അധികൃതരോട് അറിയിച്ചിട്ട് പോലും വേണ്ടുന്ന ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നാണ് ഇതിന്റെ ദുഃഖകരമായ വസ്തുത. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞെങ്കിൽ ഈ പാവപ്പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഭാഗത്തൊരു ക്യാമ്പ് സംഘടിപ്പിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതി പ്രസിഡന്റും അതുപോലത്തെ സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ തഹസിൽദാറും ഇതിന് ഇടപെടണം എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ, അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജ്വല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് and 925 sterling silver ornaments. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.